രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, ഈ ഹർജിയിൽ ഈ സെഷൻസ് കോടതിയിലെ വിധി സംബന്ധിച്ച് എന്തൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? എന്ന ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട്? പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു രാഹുലിന്. ഈ ഒരു വിഷയത്തിൽ ഇതിനെതിരെ ഒരു അപ്പീൽ എന്ന നിലയ്ക്കാണ് സർക്കാർ ഇപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കീഴ്ക്കോടതി വിധി എന്ന് പറയുന്നത് വസ്തുതകൾ കൃത്യമായിട്ട് പരിശോധിക്കാതെയുള്ളതാണ് എന്നതാണ് ഒരു കാര്യം പറയുന്നത്. മറ്റൊന്ന്, രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്. കാരണം ആദ്യം നേരത്തെ ഒരു കേസ് വന്നിരുന്നു, അതിന് പിന്നാലെ മറ്റൊരു കേസ്, അങ്ങനെ സ്ഥിരം കുറ്റവാളി എന്ന സ്വഭാവത്തിൽ പെടുന്ന ഒരാളാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കണമെന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഉത്തരവിന്റെ പകർപ്പിൽ ഈ ഇതിൽ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ, വിധിയിൽ ചില പരാമർശങ്ങൾ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് സർക്കാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വാദം കേൾക്കും. നേരത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ യുവതി നൽകിയിട്ടുള്ള പരാതിയിൽ കേസെടുത്തിരുന്നു. അത് ആദ്യ കേസായിരുന്നു. ആദ്യ കേസിൽ തിരുവനന്തപുരം കോടതി രാഹുലിന് ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഹൈക്കോടതിയിലെത്തിയ രാഹുൽ തുടർന്നാണ് അറസ്റ്റ് തടഞ്ഞിരുന്നത്. അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാൻ 15ലേക്ക് കേസ് വച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ കേസിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ കഴിയുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് സർക്കാർ. എന്തായാലും ആ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. സെഷൻസ് കോടതി ഈ പരാതിയെ കണ്ടത് സംശയത്തിന്റെ നിഴലിലാണ്. ആ കൊടുത്ത സമയം ഇത്രയധികം സമയമെടുത്തു. പിന്നീട് പരാതി കൈമാറിയ രീതി, പോലീസിന് നൽകാതെ KPCC അധ്യക്ഷന് പരാതി നൽകുന്നു. പിന്നീട് ഈ സംഭവം ഉണ്ടായ ശേഷവും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ പരാതിക്കാരിയുടെ പരാതി മുഴുവൻ, അതിൻ്റെ മെറിറ്റ് പോലും അല്ലെങ്കിൽ ആ രീതിയിൽ ആ പരാതി മുഴുവൻ ഒരു സംശയമായി കാണുന്ന സ്ഥിതിക്ക് അതിനെ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ, ഇത്തരം കേസുകളിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, പിന്നീട് കസ്റ്റഡിയൽ ഇൻറ്ററോഗേഷൻ എന്തുകൊണ്ട് വേണ്ടി വരുന്നു എന്നതൊക്കെ ഈ അന്വേഷണ സംഘത്തിന്, സർക്കാരിന്, പ്രോസിക്യൂഷന് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അതൊക്കെ എങ്ങനെയെന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. മാത്രമല്ല, സർക്കാരിന് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നതും ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുക എന്നതാണ്. മാത്രമല്ല, സർക്കാർ ഇതിൽ ചെയ്യാതിരുന്നാൽ ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് നിയമവശങ്ങളിൽ നിന്ന് സർക്കാരിന് ബോധ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് ബോധ്യമായിരിക്കുന്നു. കാരണം ഈ ഉത്തരവിന്റെ പകർപ്പിൽ അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പറയുന്നത് സർക്കാർ. മാത്രമല്ല, ഇതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് പരിശോധിക്കാതെയാണ് ഈ ഉത്തരവ് എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസും സർക്കാരും എടുക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവ് ശേഖരിക്കാനും നീക്കം നടത്തുന്നുണ്ട്. നേരത്തെ KPCC അധ്യക്ഷൻ നൽകിയിട്ടുള്ള പരാതി, ആ പരാതി നേരത്തെ KPCC അധ്യക്ഷൻ ഫോർവേഡ് ചെയ്യുന്നു പോലീസിന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം മൊഴിയടക്കം പരാതിക്കാരിയോട് രേഖപ്പെടുത്തി മുന്നോട്ട് നീക്കുന്നു. ആ ഘട്ടത്തിലാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതിൽ ബലാത്സംഗം എന്ന് പറയാൻ കഴിയില്ല എന്നടക്കമുള്ള ഒട്ടനവധി കാര്യങ്ങൾ ആ വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചലഞ്ച് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതോടൊപ്പം തന്നെ ആദ്യത്തെ കേസിൽ കീഴ്ക്കോടതി രാഹുലിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയതാണ്, അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. അതിനെതിരെയുള്ള അപ്പീലിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഇനി ഹൈക്കോടതിക്ക് മുന്നിലേക്കാണ് എത്തുന്നത്. അത് ആദ്യ കേസാണെങ്കിലും രണ്ടാമത്തെ കേസാണെങ്കിലും അതിൽ വിശദമായിട്ടുള്ള ഒരു വാദത്തിനെ കളമൊരുങ്ങുന്നു. ആ ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ സമർപ്പിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിൽ പോലീസ് ഇപ്പോൾ പറയുന്ന, സർക്കാർ ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത്, രാഹുൽ ഇത്തരത്തിലുള്ള ഒരു ഒഫൻഡർ, അതായത് സ്ഥിരം കുറ്റവാളിയാണ് എന്ന ഒരു കാര്യവും കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. ഇനി വളരെ കൗതുകത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഹൈക്കോടതി തീരുമാനത്തിലേക്ക് പോകുക എന്ന് ഉറ്റുനോക്കുകയാണ്.